ഞാൻ മരിച്ച വീട്ടിൽ അവരുടെ പിള്ളേരെ കറച്ചിൽ കാണാൻ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. നിങ്ങളെ 10 ലക്ഷം വേണ്ട, നിങ്ങളെ 10 ലക്ഷം നമുക്ക് വേണ്ട. പറയാനുള്ളതോ ആനനെ ഇനിയിപ്പോ ഈ മക്കളുടെ കരച്ചിൽ കാണാൻ ഞങ്ങൾക്ക് വയ്യ, ഈ മക്കളുടെ കരച്ചിൽ കാണാൻ ഞങ്ങൾക്ക് വയ്യ. ഇത് വേറൊരു വിഷയമല്ല, ആരും ഉപദ്രവിക്കാൻ വന്നില്ല. ഞങ്ങൾക്ക് ഇത് കാണാൻ വയ്യ. മരിച്ച വീട്ടിലെ പിള്ളേരെ കരച്ചിൽ കണ്ടിട്ടാ വയ്യ, ഞങ്ങൾക്ക് ഇത് കാണാൻ വയ്യ, ഞങ്ങൾക്ക് ഇത് കാണാൻ വയ്യ. നിങ്ങളാരെ വേണേലും വിട്ടോ, ഞങ്ങളെ കൊന്നിട്ട് കൊണ്ടായിക്കോ. ഇവിടെ കുറച്ച് ആദിവാസികളുണ്ട്, കുറച്ച് കുടിയേറ്റ ജനതകളുണ്ട്. നിങ്ങളെ കൊന്നോ, നമുക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ കൊല്ല്, നിങ്ങൾക്ക് ഇതിന് നല്ലത് കൊല്ല. ഞങ്ങൾക്ക് വയ്യ. ഞാൻ ആ മരിച്ച വീട്ടിൽ നിന്നാ വരുന്നേ, ശവോടെ കഴിഞ്ഞിട്ട് വരുന്നേ. ആ പിള്ളേരെ കരച്ചില്, ഇനി പിള്ളേരെ കരച്ചിൽ കാണാൻ ഞങ്ങൾക്ക് വയ്യ. പിന്നെ ആ മനീഷ് ഉണ്ടല്ലോ, അവനടുത്ത ഇപ്പൊ പോലീസ് പണി കിട്ടിയതാ. അവൻ എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട, ഞാൻ ഒഴിവാക്കാൻ നോക്കി. ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാ പറയുന്നത്, എനിക്ക് വേണ്ടിയിട്ടല്ല. നാളെ എനിക്ക് അനുഭവം വരാം, എനിക്ക് നാളെ അനുഭവം വരാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്നെ തൂക്കിക്കൊണ്ടാലും പറ്റില്ല, കേസെടുത്താലും പറ്റില്ല. ഞാൻ ആ അജീന്റെ വീട്ടിൽ നിന്നാ വരുന്നേ. അവൻ എന്റെ സഹോദരനെ പോലെ കണ്ടതാ. അവന്റെ പിള്ളേരെ കരച്ചില്, അവരുടെ പിള്ളേരെ വയസ്സില് നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടോ? നിങ്ങൾ മനുഷ്യരാണോ? ആ ആനേനെ ഇവിടെ കൊണ്ടിട്ടു. ഇവിടെ കുറച്ച് ആദിവാസികളുണ്ട്, കുറച്ച് കർഷക തൊഴിലാളികളുണ്ട്, പാവം കുറച്ച് കുടിയേറ്റ ജനതകളും ഉണ്ട്. ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാ. ഇല്ല, നമുക്കിത് സഹിക്കാൻ വയ്യ. നിങ്ങള് കാട്ടിലെ ആളെ പഠിപ്പിക്കോ, നമുക്കൊരു കുഴപ്പമില്ല. വയ്യ, ഇത് പറ്റില്ല, ഇത് സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് സഹിക്കുന്നതിന്റെ പരമാവധിയായി. തൂക്കി കൊന്നാലും വേണ്ടില്ല, കേസെടുത്താലും വേണ്ടില്ല. എനിക്കൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ ആ മരിച്ച വീട്ടിൽ നിന്നാ വരുന്നത്. മരിച്ച വീട്ടിൽ നിന്നാ വരുന്നത്. എന്തെങ്കിലും ചെയ്യും ഞാൻ, ഉറപ്പാ. എന്തെങ്കിലും ചെയ്യും ഞാൻ. ആ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും. തീരുമാനം വേണം, തീരുമാനം വേണം, തീരുമാനം വേണം. ഞങ്ങൾ ആരെയും ഉപദ്രവിക്കില്ല. ഞങ്ങൾക്ക് നിങ്ങൾ പക്ഷെ അതല്ല, നമുക്ക് തീരുമാനം വേണം. തീരുമാനം പറ്റേ പറ്റൂ. തീരുമാനം ഇല്ലെങ്കിൽ പറ്റില്ല. ഞാൻ ആ മരിച്ച വീട്ടിൽ നിന്നാ വരുന്നേ. നിങ്ങൾ അറസ്റ്റ് ചെയ്യോ, ഇനി വെട്ടിക്കൊല്ലോ, എന്ത് വേണം ചെയ്തോ, നമുക്കൊരു വിഷയമില്ല. കേസൊന്നും ഒരു വിഷയമല്ല. ഇവിടെ അങ്ങനെ ഒരുപാട് സമരം ചെയ്തിട്ടൊക്കെയാ സ്വാതന്ത്ര്യം കിട്ടിയത്. എന്ത് പ്രശ്നമുണ്ട്? വയ്യ, ആരും പോയിക്കോട്ടെ, ആരും പോയിക്കോട്ടെ, അവര് പോയിക്കോട്ടെ, അവര് രക്ഷിച്ചു പോയിക്കോട്ടെ, അവര് പോട്ടെ, ഒരു വാക്ക് പോലും പറയാതെ ഇവിടെ വന്ന നമ്മുടെ നാട്ടുകാരുടെ വെറുപ്പാണോ ഒരു ധരിച്ചിട്ട് പോട്ടെ. അറിയില്ലല്ലോ, ഏത് ഏത് ഏതിന് വരുന്നത് നിങ്ങൾക്കറിയാം, നമുക്കും അറിയില്ല. ഞമ്മള് ചെറിയ ചെറിയ പിള്ളേരൊക്കെ വിട്ടിട്ട് ഇവിടെ കിടക്കണ്ടേ രാത്രി? രാവിലെ തൊട്ട് കേൾപ്പിച്ചിട്ടുണ്ട് ആനനെ. മനുഷ്യൻ ജീവൻ കിട്ടൂല. പൈസ എത്ര വണ്ടി തടയാൻ ആനേനെ മയക്കുവെടി വെച്ച് പിടിച്ച് വീടിന് ഒഴിവാക്കി തരണം. അതൊന്നും അറിയില്ല. ഇവര് രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ആനേനെ ഇവിടുന്ന് ഒഴിവാക്കണം. നമുക്ക് ബുദ്ധിമുട്ടാണ്. ആന തിരിച്ചു വരും, ആന തിരിച്ചു വരും. ആന എവിടെയും പോയിട്ടില്ല, ആന തിരിച്ചു വരും. ഇവര് കാവലി കിടക്കില്ലല്ലോ രാത്രിക്ക്. ഇവിടെ ഈ മനുഷ്യന് മാത്രമേ ഉണ്ടാവുള്ളൂ. പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ആനേനെ പിടിച്ചേ മതിയാവുള്ളൂ.
ഇല്ല ഒരു കാവലും ഇല്ല. ഇവര് കാവലില്ല. ഇവര് കാവലുണ്ടെങ്കിൽ ഇന്നലെ പടമലയുള്ള ആന 8 കിലോമീറ്റർ താണ്ടി 2ാം ഗേറ്റ് ടവർ കടന്ന് മണ്ണുണ്ടി എത്തണമെങ്കിൽ എന്ത് കാവലുണ്ടായിരുന്നു? ഇവർക്ക് നിരീക്ഷിക്കാൻ പറ്റുമോ? പറ്റിയില്ലല്ലോ. വനാതിർത്തിയില് അതെപ്പോഴും അവർ പറയുന്ന കാര്യമാണ്. 2ാം ഗേറ്റിലൊക്കെ ഒരുപാട് കാവലുണ്ട്. അവർ കിടന്നുറങ്ങുമ്പോൾ അതിലെയാണ് ആന പോകുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറയണ്ട. അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ അവരുടെ പ്രകസനം മാത്രമാണ്.